ബെറ്റർ മാൻ എന്ന് പറയുമ്പോൾ ഇതൊരു പടം തന്നെ ഇതൊരു ബയോപിക് ആണ്, ഒരു മ്യൂസിക്കൽ മൂവിയാണെന്ന് പറയാം. കാരണം റോബി വില്യംസ് എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ്റെ ലൈഫ് സ്റ്റോറിയാണ് സിനിമ കാണിച്ചു തരുന്നത്. ഒരു കമ്മിങ് ഓഫ് ഏജ് പോലെ ആളുടെ ചെറിയ പ്രായം മുതൽ ആളുടെ ഒരു ലൈഫ് എത്താതാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമലായിട്ട് സാധാരണ മ്യൂസിക്കൽ മൂവി പോലെയല്ല, അല്ലെങ്കിൽ നോർമലായിട്ടുള്ളൊരു ബയോപിക് പോലെയല്ല. ഇതിലെ മെയിൻ ക്യാരക്ടർ, ഈ റോബി വില്യംസ് എന്ന് പറഞ്ഞൊരു മെയിൻ ക്യാരക്ടറിനെ ഇവർ CGI ഫീൽഡ് ആയിട്ടുള്ളൊരു ചിമ്പാൻസി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ സിനിമ കാണുമ്പോൾ നമ്മൾ ഇതെന്താ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക ആദ്യം, പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഇപ്പോൾ ഒരു ചിമ്പാൻസിയുടെ ചെറിയ ലൈഫിൽ എങ്ങനെയായിരിക്കും അത് തൊട്ട് ഏജ്ഡ് ആവുന്ന വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ, അതേപോലെയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ സിനിമയിലുള്ള മറ്റു ക്യാരക്ടേഴ്സിനൊക്കെ അത് ചിമ്പാൻസി അല്ല, അത് റിയൽ ആയിട്ടുള്ള ഹ്യൂമണോ അതേപോലെ തന്നെ അവർ ഡീൽ ചെയ്യുക. പക്ഷെ കാണുമ്പോൾ നമുക്ക് മാത്രമേ ഇതിങ്ങനെ ചിമ്പാൻസി ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. സോ ഈ ഒരു പ്രത്യേകതയാണ് ഈ സിനിമയെ എടുത്തു നിൽക്കുന്നത് പറയാം. കാരണം അല്ലെങ്കിൽ ഒരു നോർമൽ സാധാരണ കാണുന്ന ഒരു മ്യൂസിക്കൽ മൂവിയായിട്ട് മാറും. പക്ഷേ ഈ മെയിൻ ക്യാരക്ടറിനും CGI ഫീൽഡ് ചിമ്പാൻസി ആയിട്ട് വെച്ചതുകൊണ്ട് സിനിമ ഒരു വെറൈറ്റി അപ്രോച്ചുള്ള ഒരു മൂവിയാണെന്ന് പറയാം. പോരാ തന്നെ സാധാരണ ഈ മ്യൂസിക്കൽ മൂവീസൊന്നും അധികം ഞാൻ കാണാറില്ല. എനിക്ക് ആ മ്യൂസിക്കൽ പാട്ട് വരുമ്പോൾ തന്നെ ഈ ഒരുമാതിരി വെറുക്കാൻ തുടങ്ങും. പക്ഷേ ഇതിൽ ആ ഒരു സെക്ഷൻസ് മുഴുവൻ ഗംഭീരമായിട്ടാണ് ഇവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അടിപൊളിയായിട്ടുണ്ട്. കാരണം ചില സാധനങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കാണും. ആ രീതിക്കാണ് ചില സെറ്റ് പീസസ് ഇവരിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ക്യാരക്ടറും കൂടി ഇങ്ങനെ ആയപ്പോൾ എന്തൊക്കെയോ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. എല്ലാ ഫ്രെയിമിലും നമ്മളിങ്ങനെ കൺകുളിർക്കെ കണ്ടിരിക്കുന്ന ഒരു നല്ല പടം. പോരാ തന്നെ ഇതിൽ ആ ഒരു റൈസ് ആൻഡ് ഫോൾ പ്രോപ്പറായിട്ട് ഇവർ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ക്യാരക്ടർ മാറിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ സാധാരണയായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബോറടിച്ച് തലചൊറിയുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും ഈ രീതിക്ക് ഈ ഒരു ക്യാരക്ടറിന് വ്യത്യാസം വരുത്തിയത് കൊണ്ട് നമ്മൾ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന റീസെൻ്റ്ലി ഇറങ്ങിയ നല്ലൊരു മ്യൂസിക്കൽ ബയോപിക് ആയിട്ട് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തു ബെറ്റർ മാൻ എന്ന മൂവി. ഈ സിനിമ ഇവിടെ നിന്ന് തിയേറ്ററിലൊന്നും റിലീസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട് ഈ പടം. സോ ഒരു പെട്ടെന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മ്യൂസിക്കൽ മൂവി ആയിട്ട് ഫീൽ ചെയ്തു. ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.